ഈ വർഷം നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷവും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 വർഷം ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഹോസ്പിറ്റൽ വാസം തന്നെയാണ്. പക്ഷേ അമ്മയിൽ തുടങ്ങി മകളിൽ തുടങ്ങി അമ്മയിലോ അവസാനിക്കുന്ന ഒരു പ്രക്രിയ ഇങ്ങനെ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയ്ക്ക് ഇത്തവണയും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ അമ്മയുടെ സ്റ്റിച്ച് അഴിച്ചപ്പോൾ ഞാൻ വീണിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ നീർക്കെട്ടുണ്ടായ കാരണം എനിക്ക് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പോരാത്തതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹോസ്പിറ്റൽ കേസുകൾ വേറെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്നും ഈ യാത്രയും കാര്യങ്ങളും കാരണം കൊണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് കാൽമുട്ട് ഭയങ്കര നീര് വെച്ചിട്ട് ആ നീരിങ്ങനെ കെട്ടിയതുകൊണ്ട് നടക്കുമ്പോൾ മുട്ട് തെന്നിത്തെറിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ എന്തായാലും പുറത്താണെങ്കിലും അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ പണിയെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് രാവിലെ നമുക്ക് അമ്മയുടെ ചേച്ചിയുടെ മകൻ തിരുപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ വേഗം വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കി രാവിലെ ഉച്ചയ്ക്ക് ഓടിക്കാം, വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വെജിറ്റേറിയനുമാണ്, വേറെ ഒന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കി കൂടെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ട് നമ്മുടെ ആ പണികളൊക്കെ കണ്ട് രാവിലത്തെ ചെറിയ രീതിയിലുള്ള പണികളാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. കാലിൻ്റെ മുട്ട് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വേദനയാണ്. പക്ഷേ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ വരുന്നില്ല, ഉച്ചയാകുമ്പോഴേക്കേ ചോറിൻ്റെ ടൈം ആകുമ്പോഴേക്കേ എത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. ഇനി ബാക്കി പരിപാടിയായിട്ട് കാണാം കേട്ടോ.